ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. വാട്ട് ഈസ് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്? എന്താണ് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ദാറ്റ് സ്റ്റേറ്റ്സ് എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട്സ്, എ ഡെബിറ്റ് ആൻഡ് എ ക്രെഡിറ്റ്, ആൻഡ് ദാറ്റ് ദ ടോട്ടൽ ഓഫ് ഓൾ ഡെബിറ്റ്സ് മസ്റ്റ് ബി ഈക്വൽ ടു ടോട്ടൽ ഓഫ് ഓൾ ക്രെഡിറ്റ്സ്. ദിസ് ഇസ് ദ ബേസിസ് ഫോർ അക്കൗണ്ടിങ് ഇക്വേഷൻ. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ എന്താ പറയുക, ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റിൽ പറയുന്നുണ്ട് എല്ലാ ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്, ഡെബിറ്റും ക്രെഡിറ്റും. ഡെബിറ്റ് ഫുള്ളും ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ഫുള്ളും ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആയിരിക്കണം എന്നാണ് പറയുന്നത്. ദിസ് ഇസ് ദ ബേസിസ് ഫോർ അക്കൗണ്ടിങ് ഇക്വേഷൻ. ഇങ്ങനെയാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്നുള്ള ബേസിസ് വന്നിരിക്കുന്നത്. എസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ദാറ്റ് സ്റ്റേറ്റ്സ് എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട്. എല്ലാ ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്, ഡെബിറ്റും ക്രെഡിറ്റും. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ. അടുത്തത് ഡിഫൈൻ റവന്യൂ. എന്താണ് റവന്യൂ പറഞ്ഞാൽ? റവന്യൂ ഇസ് ദ ഇൻകം അറൈസിംഗ് ഫ്രം ദ ഓർഡിനറി ആക്ടിവിറ്റി ഓഫ് എ ബിസിനസ് സച്ച് എസ് സെയിൽ ഓഫ് ഗൂഡ്സ്, റെൻഡറിങ് ഓഫ് സർവീസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻസ് റിസീവ്ഡ്. എന്താണ് റവന്യൂ പറഞ്ഞാൽ? റവന്യൂ പറഞ്ഞാൽ കമ്പനി അല്ലെങ്കിൽ ബിസിനസ് ഏൺ ചെയ്യുന്ന എമൗണ്ട്, ബിസിനസ്സിന് കിട്ടുന്ന എമൗണ്ട് അല്ലെങ്കിൽ ഇൻകത്തിനാണ് നമ്മൾ റവന്യൂ എന്ന് പറയുക. ഫ്രം ദ ഓർഡിനറി ആക്ടിവിറ്റീസ്, അതായത് കമ്പനിയുടെ ഓർഡിനറി ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. എന്തൊക്കെയാണ് എക്സാമ്പിളായിട്ട് പറയുന്നത്? സെയിൽ ഓഫ് ഗൂഡ്സ്, നമ്മൾ ഗുഡ്സ് സെല് ചെയ്ത് നമുക്ക് പൈസ കിട്ടുകയാണെങ്കിൽ. റെൻഡിങ് ഓഫ് സർവീസസ്, നമ്മൾ എന്തെങ്കിലും സർവീസസ് കൊടുത്തിട്ട് നമുക്ക് പൈസ കിട്ടുകയാണെങ്കിൽ. ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് റിസീവ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ഓർഡിനറി ആക്ടിവിറ്റീസ് നമുക്ക് പൈസ ബിസിനസ്സിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പറയുന്നതാണ് റവന്യൂ എന്ന്. അടുത്തത് വാട്ട് ഈസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്? എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ റിട്ടേൺ പോളിസി ഡോക്യുമെൻറ്റ്സ് ഇഷ്യൂഡ് ബൈ എക്സ്പെർട്ട് അക്കൗണ്ടിങ് ബോഡീസ് ഓർ റെഗുലേറ്ററി ബോഡീസ് ദാറ്റ് കവർ ദ ആസ്പെക്ട്സ് ഓഫ് റെക്കഗ്നിഷൻ, മെഷർമെൻറ്റ്, പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ് ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ? അതൊരു റിട്ടേൺ പോളിസി ഡോക്യുമെൻ്റ് ആണ്. ഇതാണ് റിട്ടേൺ പോളിസി ഡോക്യുമെൻറ്റ്സ് ആണ് ഇഷ്യൂഡ് ബൈ എക്സ്പെർട്ട് അക്കൗണ്ടിങ് ബോഡീസ് ലൈക്ക് ICAI in India or regulatory bodies that cover the aspects of recognition, measurement, presentation and disclosure of accounting transaction and events in the financial statement. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട കുറച്ച് റൂൾസ് അല്ലെങ്കിൽ പോളിസീസ് ഒക്കെ പറയുന്ന ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുക. ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ആരാണ്? ICAI. ഇന്ത്യയിൽ ICAI ആണ് അക്കൗണ്ടിങ് ബോഡീസും എക്സ്പെർട്ട് അക്കൗണ്ടിങ് ബോഡീസ് അല്ലെങ്കിൽ റെഗുലേറ്ററി ബോഡീസാണ് ഇത് എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക. അടുത്ത സ്റ്റേറ്റ് ദ അക്കൗണ്ടിങ് ഇക്വേഷൻ. എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ? ദ ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ ഇസ് അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ഓർ ഓണേഴ്സ് ഇക്വിറ്റി. അപ്പോൾ ക്യാപിറ്റലിന് പറയുന്ന വേറൊരു പേരാണ് ഓണേഴ്സ് ഇക്വിറ്റി. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ക്യാപിറ്റലിന് പറയുന്ന വേറെ പേരാണ് ഓണേഴ്സ് ഇക്വിറ്റി. ഗിവ് ടു എക്സാമ്പിൾസ് ഓഫ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസിൻ്റെ രണ്ട് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ പേ ചെയ്യാനുള്ളത്. നമ്മൾ ക്രെഡിറ്റിന് സാധനം വാങ്ങിയിട്ട് നമ്മൾ എമൗണ്ട് കൊടുക്കാനുണ്ട്. അവരിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്രെഡിറ്റേഴ്സ് എന്ന് പറയുക. നമ്മൾ ക്രെഡിറ്റിന് സാധനം വാങ്ങിയ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ക്രെഡിറ്റിന് വാങ്ങിയിട്ട് നമ്മൾ അവർക്ക് എന്ത് കൊടുക്കാനുണ്ട്? പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ അവരിനെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിൾ, അതായത് പേ ചെയ്യാനുള്ള ബില്ലും, ഇതൊക്കെയാണ് നമ്മൾ എന്തിൽ വരേണ്ടത്? കറണ്ട് ലയബിലിറ്റീസിൽ വരുന്ന എക്സാമ്പിൾസ്. അടുത്തത് എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടൻസി. ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടൻസിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് നോക്കുന്നത്. ബുക്ക് കീപ്പിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ജേർണലൈസിംഗ് ആൻഡ് പോസ്റ്റിംഗ്. ഇറ്റ് ഈസ് ക്ലറിക്കൽ ഇൻ നേച്ചർ ആൻഡ് എൻഡ്സ് അറ്റ് ദ ട്രയൽ ബാലൻസ് സ്റ്റേജ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ജേർണലൈസിങ്ങും പോസ്റ്റിങ്ങും മാത്രമേ നടക്കുന്നു. അതായത് നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ നമ്മളത് ട്രാൻസാക്ഷനെ ജേർണൽ ചെയ്യും, ലെഡ്ജർ ചെയ്യും, എന്നിട്ട് അത് പോസ്റ്റ് ചെയ്യും. ലെഡ്ജർ ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയുക. അവിടെ ഈ ഒരു പ്രോസസ്സ് എൻഡ് ചെയ്യുന്നത്, ഈ ബുക്ക് കീപ്പിംഗ് എവിടെ എൻഡ് ചെയ്യും? ട്രയൽ ബാലൻസ് എന്നുള്ള സ്റ്റേജോടുകൂടി ഈ ബുക്ക് കീപ്പിംഗ് എൻഡ് ചെയ്യും എന്ന് പറയേണ്ടത്. പക്ഷേ അക്കൗണ്ടൻസി സ്റ്റാർട്ട്സ് വേർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. ബുക്ക് കീപ്പിംഗ് എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അവിടെ നിന്നാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? അക്കൗണ്ടൻസി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഡിസൈനിങ് ദ അക്കൗണ്ടിംഗ് സിസ്റ്റം, സമ്മറൈസിങ് ദ റെക്കോർഡ് ഡാറ്റ, ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദം. ഇറ്റ് ഈസ് അനലിറ്റിക്കൽ ഇൻ നേച്ചർ. അതായത് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ട്രയൽ ബാലൻസ് കഴിഞ്ഞതിന് ശേഷം ബുക്ക് കീപ്പിംഗ് എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണതിനാണ് നമ്മൾ അക്കൗണ്ടൻസി എന്ന് പറയുക. ട്രയൽ ബാലൻസ് കഴിഞ്ഞ ശേഷം നടക്കുന്ന എല്ലാ പ്രോസസ്സിനെയും നമ്മൾ എന്താ പറയുന്നത്? അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ഇതിനൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദം. ഇറ്റ് ഈസ് അനലിറ്റിക്കൽ ഇൻ നേച്ചർ. അതിനാണ് നമ്മൾ അതിൽ സമ്മറൈസിങ് ദ റെക്കോർഡഡ് ഡാറ്റ. നമ്മൾ റെക്കോർഡഡ് ഡാറ്റ സമ്മറൈസ് ചെയ്യാനും, പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനും, ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ഇൻ്റർപ്രറ്റ് ചെയ്യാനും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടൻസി യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അത് ജേർണലൈസിങ് പോസ്റ്റിംഗ് മാത്രമേ എവിടെ വരുന്നുള്ളൂ? ബുക്ക് കീപ്പിംഗിൽ വരുന്നു. ട്രയൽ ബാലൻസോട് കൂടി അത് എൻഡ് ആവും. ഇത് എവിടെയാണോ എൻഡ് ആവുന്നത് അവിടെ നിന്നാണ് എന്ത് തുടങ്ങുന്നത്? അക്കൗണ്ടൻസി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻക്വേർഡ് ടു അക്വയർ ഓർ ഇംപ്രൂവ് എ ഫിക്സഡ് അസറ്റ് ലൈക്ക് മെഷീനറി ഓർ ബിൽഡിംഗ്. ദ ബെനിഫിറ്റ്സ് എക്സ്റ്റെൻഡ് ഓവർ മെനി ഇയേഴ്സ്. ഇറ്റ് ഈസ് ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ഇൻക്വേർഡ് ടു അക്വയർ ഓർ ഇംപ്രൂവ് എ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് അക്വയർ ചെയ്യാനോ അല്ലെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാനോ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. അതൊരു മെഷീനറി വാങ്ങാനോ അല്ലെങ്കിൽ മെഷീനറി നേരാക്കാനോ ബിൽഡിംഗ് വാങ്ങാനോ അങ്ങനെ എന്തിനെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പെൻസസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. ദ ബെനിഫിറ്റ്സ് എക്സ്റ്റെൻസ് ഓവർ മെനി ഇയേഴ്സ്. നമ്മൾ അതിൽ ചിലവാക്കിയതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് കുറേ വർഷത്തേക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് എന്ത് ഷോ ചെയ്യുക? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഷോ ചെയ്യുക. റവന്യൂ എക്സ്പെൻഡിച്ചർ ഇറ്റ് ഈസ് ഇൻകേർഡ് ഫോർ ദ ഡേ ടു ഡേ റണ്ണിങ് ഓഫ് ദ ബിസിനസ്. എല്ലാ ദിവസവും റൺ ചെയ്യുന്ന ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. അതായത് സാലറി കൊടുക്കാൻ, റെൻറ്റ് കൊടുക്കാനൊക്കെ നമ്മൾ എക്സ്പെൻസസ് ഉണ്ടാവില്ലേ? സാലറി റെൻറ്റൊക്കെ കൊടുക്കുന്ന എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്ത് പറയുക? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. ദ ബെനിഫിറ്റ്സ് ഈസ് കൺസ്യൂംഡ് വിത്തിൻ ദ കറണ്ട് അക്കൗണ്ടിങ് പീരീഡ്. ആ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇറ്റ് ഈസ് ചാർജ് ടു ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് എവിടെയാണ് ചാർജ് ചെയ്യുക? ട്രേഡിംഗ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ചാർജ് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ എവിടെയാണ് ഷോ ചെയ്യുക? ബാലൻസ് ഷീറ്റിലാണ്. അതിൻ്റെ നമുക്ക് ബെനിഫിറ്റ് കുറേ ഇയേഴ്സിന് കാണാൻ പറ്റും. അത് എന്തിനാണ്? മെഷീനറി, ബിൽഡിംഗ്, അതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. അതായത് ഫിക്സഡ് അസറ്റ് ഇംപ്രൂവ് ചെയ്യാനോ അക്യൂർ ചെയ്യാനോ വേണ്ടി യൂസ് ചെയ്യുന്ന എക്സ്പെൻസസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. അത് അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റിലാണ് എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാലോ അത് ഡേ ടു ഡേ റണ്ണിങ് ഓഫ് ദ ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന എക്സ്പെൻസസ് ആണ്. അതായത് സാലറീസ് കൊടുക്കാൻ, റെൻറ്റ് കൊടുക്കാനൊക്കെ ഇതിൻ്റെ ബെനിഫിറ്റ് ആ ഒരു അക്കൗണ്ടിങ് പീരിയഡിനുള്ളിൽ തന്നെ കൺസ്യൂം ആകും. ഇത് എവിടെയാണ് റെക്കോർഡ് ചെയ്യുക? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അടുത്തത് എന്താണ് ജേർണലൈസിങ്? ജേർണലൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ജേർണലൈസിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് എ ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ ദ ജേർണൽ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ജേർണലിന് പറയുന്ന പേരാണ് ഇത് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്നുള്ളത്. യൂസിങ് ദ ഡബിൾ എൻട്രി സിസ്റ്റം. നമ്മൾ ഡബിൾ എൻട്രി, അതായത് ക്രെഡിറ്റും ഡെബിറ്റും ഡബിൾ എൻട്രി സിസ്റ്റം വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജേർണലിൽ റെക്കോർഡ് ചെയ്യുന്നത്. വിച്ച് സ്പെസിഫൈ വിച്ച് അക്കൗണ്ട് ആർ ടു ബി ഡെബിറ്റഡ് ആൻഡ് ക്രെഡിറ്റ്. എന്താണ് ജേർണലൈസിംഗ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മളൊരു ബിസിനസ് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ ബിസിനസ് ട്രാൻസാക്ഷനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ജേർണൽ ബുക്കിൽ, അതായത് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രിയിൽ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജേർണലൈസിംഗ് എന്ന് പറയുന്നത്. നമ്മളത് ഡബിൾ എൻട്രി സിസ്റ്റം റൂൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ജേർണലൈസിംഗ് ചെയ്യുന്നത്. വിച്ച് സ്പെസിഫൈ വിച്ച് അക്കൗണ്ട് ആർ ടു ബി ഡെബിറ്റഡ്. നമ്മൾ അവിടെ മെയിനായിട്ട് നോക്കേണ്ടത് ഏതാണ്? എന്ത് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, എന്ത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ജേർണലൈസിംഗ് എന്താണ്? പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഈ ബിസിനസ് ട്രാൻസാക്ഷൻ ജേർണൽ യൂസിങ് ദ ഡബിൾ എൻട്രി സിസ്റ്റം റൂൾസ്. ഡബിൾ എൻട്രി സിസ്റ്റം റൂൾ വെച്ചിട്ട് ജേർണൽ ബുക്കിൽ അല്ലെങ്കിൽ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രിയിൽ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ, ബിസിനസ് ട്രാൻസാക്ഷനെയാണ് നമ്മൾ പ്രോസസ്സിനെയാണ് നമ്മൾ ജേർണലൈസിംഗ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ് ലെഡ്ജർ? എ ലെഡ്ജർ ഇസ് എ പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് വെർ ഓൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡഡ് ഇൻ ദ ജേർണൽ ആർ പോസ്റ്റഡ് ഓർ ഗ്രൂപ്പ്ഡ് അണ്ടർ ഇൻഡിവിജ്വൽ അക്കൗണ്ട്സ് ലൈക്ക് ക്യാഷ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, രാംസ് അക്കൗണ്ട്. ഇറ്റ് ഈസ് ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി. അപ്പോൾ ലെഡ്ജറിൻ്റെ മറ്റൊരു പേരാണ് ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി എന്ന് പറയുന്നത്. അതായത് ലെഡ്ജർ നമ്മൾ യൂസ് ചെയ്യുക, അതായത് നമ്മൾ ജേർണലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ജേർണലിലുള്ള എല്ലാ ട്രാൻസാക്ഷനെയും നമ്മൾ എവിടെ പോസ്റ്റ് ചെയ്യും? പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോസ്റ്റിംഗ് എന്ന് പറയുക. അപ്പോൾ പോസ്റ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്കുകയാണ്. നമ്മൾ എല്ലാ റെക്കോർഡ് ട്രാൻസാക്ഷനെയും നമ്മൾ ജേർണലിൽ റെക്കോർഡ് ചെയ്ത എല്ലാ ട്രാൻസാക്ഷനെയും നമ്മൾ ഇൻഡിവിജ്വൽ അക്കൗണ്ട്സിൻ്റെ അണ്ടറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതായത് ക്യാഷ് അക്കൗണ്ട് എന്നുള്ളൊരു അക്കൗണ്ട് തുറക്കും. ആ അക്കൗണ്ട് അണ്ടറിൽ എല്ലാ ക്യാഷിലും നടന്ന കാര്യങ്ങൾ എഴുതും. സെയിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് തുടങ്ങും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എല്ലാ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ എഴുതും. രാംസ് അക്കൗണ്ട് ആണെങ്കിൽ രാംസ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങും. അപ്പോൾ രാമൻ്റെ അക്കൗണ്ടിലുണ്ടായ ഡെബിറ്റും ക്രെഡിറ്റൊക്കെ നമ്മൾ അതിൽ എഴുതും. അപ്പോൾ അതിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുക. ജേർണലൈസിങ് ചെയ്തതിന് ശേഷം അതിലുണ്ടാകുന്ന എല്ലാ എൻട്രീസും നമ്മൾ ഓരോ സ്പെസിഫിക് ആയിട്ട് ഇൻഡിവിജ്വൽ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുക. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ലെഡ്ജർ യൂസ് ചെയ്യുക. ഇതിൻ്റെ വേറൊരു പേരാണ് ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി. അടുത്ത് വാട്ട് ആർ പ്രൊവിഷൻസ്? എന്താണ് പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ? പ്രൊവിഷൻസ് ആർ എമൗണ്ട്സ് സെറ്റ് എസൈഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ടു മീറ്റ് എ നോൺ ലയബിലിറ്റി ദ എമൗണ്ട് ഓഫ് വിച്ച് കനോട്ട് ബി ഡിറ്റർമൈൻഡ് വിത്ത് സെർട്ടനിറ്റി. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. എന്താണ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കുന്ന കുറച്ച് പൈസേനെയാണ് നമ്മൾ പ്രൊവിഷൻ എന്ന് പറയുക. ഇത് നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ മുൻകൂട്ടി ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ലയബിലിറ്റിയാണ്. എക്സാമ്പിൾ പ്രൊവിഷൻസ് ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ചില ഡെപ്റ്റ് നമുക്ക് കിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് വരുന്ന ചില ഡെപ്റ്റ് ഉണ്ടാവും. ആ ഡെപ്റ്റിനൊക്കെ വേണ്ടി നമ്മൾ കുറച്ച്
എമൗണ്ട് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രൊവിഷൻ എന്ന് പറയുക. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊവിഷൻസ് ആർ എമൗണ്ട് സെറ്റ് അസൈഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുന്ന എമൗണ്ട് ആണ് ടു മീറ്റ് എ നോൺ ലയബിലിറ്റി. നമുക്ക് അറിയാവുന്ന, അതായത് നമുക്കറിയാം കിട്ടാൻ ചാൻസ് ഇല്ല എന്നറിയാവുന്ന ഒരു ലയബിലിറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലയബിലിറ്റി ഒക്കെ അറിയും എന്ന് മനസ്സിലാവുന്ന ഒരു ലയബിലിറ്റിക്ക് വേണ്ടി പേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ദ എമൗണ്ട് ഓഫ് വിച്ച് കനോട്ട് ബി ഡിറ്റർമൈൻഡ് വിത്ത് സെർട്ടേണിറ്റി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊവിഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. അടുത്ത ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ പ്രൊവിഷൻ ആൻഡ് റിസർവ്. പ്രൊവിഷനും അതേപോലെ റിസർവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? പ്രൊവിഷൻ പറഞ്ഞാൽ ക്രിയേറ്റഡ് ടു മീറ്റ് എ സ്പെസിഫിക് നോൺ ലയബിലിറ്റി ഓർ ഡിമിനുഷൻ ഇൻ ദി വാല്യൂ ഓഫ് ആൻ അസറ്റ്. എക്സാമ്പിൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, ഇറ്റ് ഈസ് ചാർജ്ഡ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള നമുക്ക് അറിയാവുന്ന ഒരു ലയബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെക്കുന്ന, പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് വെക്കുന്ന പൈസ തന്നെയാണ് നമ്മൾ പ്രൊവിഷൻ എന്ന് പറയുക. അതായത് നമ്മൾ ഒരു എന്താ പറയുക, ഡിപ്രീസിയേഷൻ എന്തെങ്കിലും പേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഡിപ്രീസിയേഷന് വേണ്ടിയിട്ട് നമ്മൾ പൈസ എടുത്ത് വെക്കണം. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനൊക്കെ നമ്മുടെ എവിടെയാണ്, പ്രൊവിഷനിലാണ് നമ്മൾ വരിക. അപ്പോൾ ഇറ്റ് ഈസ് എ ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ചാർജിനെയാണ് ഇറ്റ് ഈസ് എ ചാർജ് എഗെയിൻസ്റ്റ് പ്രൊവിഷൻ എന്ന് പറയുന്നതാണ്. ഇറ്റ് ഈസ് എ ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ടു മീറ്റ് എ സ്പെസിഫിക് നോൺ ലയബിലിറ്റി ഓർ ഡിമിനിഷൻ ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. എക്സാമ്പിൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. റിസർവ് എന്ന് പറയുന്നത് ക്രിയേറ്റഡ് ബൈ അപ്രോപ്രിയേറ്റിംഗ് പ്രോഫിറ്റ്സ് ടു സ്ട്രെങ്തൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓർ ഫോർ എ ജനറൽ ഫ്യൂച്ചർ കണ്ടിൻജൻസി. ജനറൽ റിസർവ്, ഇറ്റ് ഈസ് എൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. എന്താണ് റിസർവ് എന്ന് പറഞ്ഞാൽ? ഒരു അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, റിസർവ് എന്ന് പറയുക. അത് എന്തിനു വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ക്രിയേറ്റഡ് ബൈ അപ്രോപ്രിയേറ്റിംഗ് പ്രോഫിറ്റ്സ് ടു സ്ട്രെങ്തൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർ ഫോർ എ ജനറൽ ഫ്യൂച്ചർ കണ്ടിൻജൻസി, അല്ലെങ്കിൽ ജനറൽ ഫ്യൂച്ചർ കണ്ടിൻജൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന എമൗണ്ടിനെയാണ്, പ്രോഫിറ്റിൽ നിന്ന് യൂസ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ റിസർവ് എന്ന് പറയുന്നത് എന്താണ്, അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. നേരെ മറിച്ച് പ്രൊവിഷൻ എന്ന് പറയുന്നത് എന്താണ്, ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. അടുത്ത എന്താണ് ഗ്രോസ് പ്രോഫിറ്റ്? ഗ്രോസ് പ്രോഫിറ്റ് പറഞ്ഞാൽ എന്താ? ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നെറ്റ് സെയിൽസ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് പ്രിപ്പയറിംഗ് ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ആദ്യം എന്തെഴുതും? നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫസ്റ്റ് നമ്മളിവിടെ ഓപ്പണിംഗ് ബാലൻസ് എഴുതും, ആഡ് പർച്ചേസസ് എഴുതും, പിന്നെ നമ്മൾ ഇവിടെ സെയിൽസ് എഴുതും, ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതും, പിന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ സെയിൽസും അതേപോലെ സെയിൽസ് റിട്ടേൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതും, ഇവിടെ പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും എഴുതും. അപ്പോൾ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്ന ബാലൻസിങ് ഫിഗറാണ് എന്ത് പറയുന്നത്, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നെറ്റ് സെയിൽസ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിൽസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ പ്രിപ്പയറിംഗ് ദ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തുക. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് എ ട്രയൽ ബാലൻസ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്? ദ മെയിൻ പർപ്പസ് ഈസ് ടു ചെക്ക് ദി അരിത്തമാറ്റിക്കൽ അക്യുറസി ഓഫ് ദ ലെഡ്ജർ അക്കൗണ്ട്സ് ബൈ ലിസ്റ്റിംഗ് ഓൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് ടു എൻഷുർ ദി എം എച്ച്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്? അതായത് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും കറക്റ്റ് അല്ലേ, അതിലെഴുതിയ എല്ലാ ഡെബിറ്റും ക്രെഡിറ്റും കറക്റ്റ് അല്ലേ, അതെല്ലാം ബാലൻസ് ആവുന്നില്ല, അതെല്ലാം മാച്ച് ആവുന്നില്ല എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അരിത്തമാറ്റിക്കൽ അക്യുറസിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ട്രയൽ ബാലൻസ് എന്ന് പറയുക. ദ മെയിൻ പർപ്പസ് ഈസ് ടു ചെക്ക് ദി അരിത്തമാറ്റിക്കൽ അക്യുറസി ഓഫ് ദ ലെഡ്ജർ അക്കൗണ്ട്സ്. അപ്പോൾ ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെ ബാലൻസിങ് ഫിഗേഴ്സാണ് നമ്മൾ ട്രയൽ ബാലൻസിൽ എഴുതുക. എന്നിട്ട് നമ്മൾ രണ്ട് സൈഡും എന്ത് ചെയ്യുക, മാച്ച് ആവുണ്ടോ നോക്കുക ചെയ്യുക. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അടുത്തത്, വാട്ട് ഇസ് എ ബാലൻസ് ഷീറ്റ്? എന്താണ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ? ബാലൻസ് ഷീറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ഓൺ എ സ്പെസിഫിക് ഡേറ്റ്. ഒരു സ്പെസിഫിക് ഡേറ്റിന് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയുക. അതായത് നമ്മളിപ്പോൾ അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡ് ഡേ ആണ് നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ദാറ്റ് ഷോസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. എന്താണ് ബാലൻസ് ഷീറ്റ് ഷോ ചെയ്യുക? ഫിനാൻഷ്യൽ പൊസിഷനാണ് ബാലൻസ് ഷീറ്റ് ഷോ ചെയ്യുക. ലിസ്റ്റിംഗ് ഇറ്റ്സ് അസറ്റ്, വാട്ട് ഇറ്റ് ഓൺസ്, അസറ്റ്സും ആൻഡ് ലയബിലിറ്റീസ്, വാട്ട് ഇറ്റ് ഓസ് ആൻഡ് ക്യാപിറ്റൽ. അസറ്റ്സും ലയബിലിറ്റീസും ക്യാപിറ്റലും മെൻഷൻ ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാലൻസ് ഷീറ്റ് എന്ന് പറയുക. അപ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു സ്പെസിഫിക് ഡേ ആണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുക. ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് അത് പ്രിപ്പയർ ചെയ്യുന്നത്. അസറ്റ്സും ലയബിലിറ്റീസും ക്യാപിറ്റലുമാണ് മെയിനായിട്ട് അതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അടുത്ത, വാട്ട് ആർ ഫൈനൽ അക്കൗണ്ട്സ്? എന്താണ് ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ? ഫൈനൽ അക്കൗണ്ട് റെഫേഴ്സ് ടു ദി കളക്റ്റീവ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരിയഡ്. അക്കൗണ്ടിങ് പീരിയഡിൻ്റെ എൻഡിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്.
പറയുന്നത്. മെയിൻലി ദ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അതിൽ മെയിനായിട്ട് പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുക. അതായത് നമ്മൾ അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുക. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെയാണ് ഇതിൽ പെടുന്നത്. അടുത്ത വാട്ട് ഇസ് റേഷ്യോ അനാലിസിസ്? എന്താണ് റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ? റേഷ്യോ അനാലിസിസ് ദ പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് വേരിയസ് ഫിനാൻഷ്യൽ റേഷ്യോസ് ഫ്രം ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ടു അസസ് എ ഫേംസ് ലിക്വിഡിറ്റി, സോൾവൻസി, പ്രോഫിറ്റബിലിറ്റി ആൻഡ് എഫിഷ്യൻസി. എന്താണ് റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ്. നമ്മൾ എന്ത് ചെയ്യാണ്? കാൽക്കുലേറ്റ് ചെയ്യാണ്, ഇൻ്റർപ്രറ്റ് ചെയ്യാണ്. കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അത് നമ്മൾ വിലയിരുത്താണ്. വേരിയസ് ഫിനാൻഷ്യൽ റേഷ്യോസ് ഫ്രം ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ലിക്വിഡിറ്റി വൈസ്, സോൾവൻസി, പ്രോഫിറ്റബിലിറ്റി, എഫിഷ്യൻസി ഒക്കെ വൈസ് നമ്മൾ എന്ത് ാണ് ആ ഫിനാൻഷ്യൽ റേഷ്യോസ് വെച്ചിട്ട് അനലൈസ് ചെയ്യാണ്, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ഡിഫൈൻ ലിക്വിഡിറ്റി റേഷ്യോ. എന്താണ് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ? ലിക്വിഡിറ്റി റേഷ്യോ മെഷേഴ്സ് ദ അബിലിറ്റി ഓഫ് എ ബിസിനസ് ടു മീറ്റ് ഇറ്റ്സ് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ. അതായത് കറണ്ട് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നതിനാണ് നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുക. ബിസിനസ്സിന് കറണ്ട് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഔട്ട് ഓഫ് ഇറ്റ്സ് ഷോർട്ട് ടേം അസറ്റ്സ്, അതായത് കറണ്ട് അസറ്റ് വെച്ചിട്ട് കറണ്ട് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറയുക. അതിൽ വരുന്ന രണ്ടെണ്ണമാണ് കറണ്ട് റേഷ്യോയും ക്വിക്ക് റേഷ്യോയും. അടുത്തത് എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ? എന്താ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ്. ദാറ്റ് മെഷേഴ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് സെയിൽസ്. ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുക. ഫോർമുല എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഒരു പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ്. ഗ്രോസ് പ്രോഫിറ്റ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ് അതിൻ്റെ ഫോർമുല. വാട്ട് ഇസ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ? എന്താണ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ? ഇറ്റ് ഈസ് എൻ ആക്ടിവിറ്റി ഓർ എഫിഷ്യൻസി റേഷ്യോ. അതായത് ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസി റേഷ്യോ ആണ്. ദാറ്റ് മെഷേഴ്സ് ഹൗ എഫിഷ്യൻ്റ്ലി എ കമ്പനി ഈസ് മാനേജിങ് ഇറ്റ്സ് ഇൻവെൻട്രി. എത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് ഒരു കമ്പനി അതിൻ്റെ ഇൻവെൻറ്ററി മാനേജ് ചെയ്യുന്നത്. ആൻഡ് ഇൻഡിക്കേറ്റിംഗ് ഹൗ മെനി ടൈംസ് ദി ഇൻവെൻറ്ററി ഈസ് കൺവേർട്ടഡ് ഇൻ ടു സെയിൽസ് ഡ്യൂറിങ് എ പീരിയഡ്. അതായത് എത്ര പെട്ടെന്നാണ് ഇൻവെൻട്രി സെയിൽസ് ആയിട്ട് മാറ്റണത് എന്നൊക്കെ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇത്ര എഫിഷ്യൻ്റ്ലി നമ്മൾ ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, മാനേജ് ചെയ്യുന്നുണ്ട്, എത്ര പെട്ടെന്ന് ഇൻവെൻട്രി സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, എത്ര ടൈം കൊണ്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത് എക്സ്പ്ലെയിൻ ദ വേരിയസ് ടൈപ്സ് ഓഫ് റേഷ്യോ ബേസ്ഡ് ഓൺ ദ പർപ്പസ്. ഇത് റിക്വയർസ് എ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് ഈച്ച് കാറ്റഗറി ഓഫ് ലിസ്റ്റിംഗ് 2 to 3 റേഷ്യോസ് അണ്ടർ ഈച്ച്. സിമ്പിൾ റേഷ്യോ കാൽക്കുലേഷൻ പ്രോബ്ലം. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? എന്തൊക്കെ റേഷ്യോസ് ആണുള്ളത്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഉണ്ട്, കറണ്ട് റേഷ്യോ ഉണ്ട്, ക്വിക്ക് റേഷ്യോ ഉണ്ട്, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഉണ്ട്. ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. Then explain the significance of solvency ratio. Solvency ratio measures a company's ability to meet its long-term obligation. Long-term liabilities meet ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുക? സോൾവൻസി റേഷ്യോ എന്ന് പറയുക. അതിൽ വരുന്നതാണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ലോങ് ടേം ഡെപ്റ്റ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ് അതിൻ്റെ ഫോർമുല. ഇൻഡിക്കേറ്റ്സ് ദ പ്രപ്പോർഷൻ ഓഫ് എക്സ്റ്റേണൽ ഫണ്ട് ടു ഇൻറ്റേർണൽ ഫണ്ട്. എ ലോവർ റേഷ്യോ ഈസ് ജനറലി സേഫർ. ലോവർ റേഷ്യോ ആണ്, ലോവർ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് കൂടുതൽ സേഫ് എന്നാണ് പറയുന്നത്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ EBIT ബൈ ഇൻട്രസ്റ്റ് indicates the company's ability to service its debt obligation, interest payments. A higher ratio is better. അപ്പോൾ EBIT earnings before interest and tax divided by interest ആണ് കവറേജ് റേഷ്യോൻ്റെ ഫോർമുല. ഹയർ റേഷ്യോ ആണെങ്കിലാണ് കവറേജ് റേഷ്യോ ബെറ്റർ എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫിനാൻഷ്യൽ ഡേറ്റയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്.